നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടൊക്കെ എത്തി. ഏകദേശം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ റിസൾട്ടിനെ കുറിച്ച് നല്ല രീതിക്കൊണ്ടൊന്ന് അനലൈസ് ചെയ്യുമായിരുന്നു. പലയിടത്തെയും റിസൾട്ടുകൾ ഒന്ന് അറിയുമായിരുന്നു. കാരണം നമുക്ക് +2 പോലെ ഞാൻ പറഞ്ഞു, എല്ലായിടത്തും റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു എണ്ണം പറഞ്ഞറിയാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് പലയിടത്തു നിന്നുള്ള സോഴ്സിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ചുകൊണ്ട് ഈ രീതിയിൽ കൂടെ പോയാൽ അടുത്ത വർഷം വലിയൊരു തോൽവി തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് +1 ഇമ്പ്രൂവ്മെൻറ്റൂടെ ഇല്ല എങ്കിൽ അടുത്ത വർഷത്തെ കാര്യം വളരെ വളരെ മോശമായിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം നമ്മുടെ +2വിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ഇയർ ഏകദേശം 78 പോയിൻറ്റ് സംതിങ് ആയിരുന്നു പാസിംഗ് പെർസെൻറ്റേജ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 22% ഫെയിലായി. എന്ന് പറഞ്ഞാൽ 80,000 ആൾക്കാർ കഴിഞ്ഞ വർഷത്തിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു. അതെ, അത്രേ ആയുള്ളൂ എന്ന് സമാധാനിക്കാനുള്ള കാരണം അന്ന് നമുക്ക് കഴിഞ്ഞ വർഷം +1 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ +1 ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടെയാണ് പല കുട്ടികളും കരകയറിയത്. ഡബിൾ പാസും ഇല്ലെങ്കിൽ നല്ല, കാരണം ഫസ്റ്റ് റിസൾട്ട് മോശമായപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ ഇത്തിരി നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ആ വർഷം തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉള്ളതുകൊണ്ട് ആ ടൈമിൽ തന്നെ ആ +2 പഠിക്കുമ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി ഒത്തിരി കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയായിരുന്നു. ബട്ട് ഈ വർഷം നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ അടുത്ത വർഷത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകിച്ച് ഈ വർഷം മാത്സ് ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മാറിയൊരു വർഷമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവൻ വില്ലനായത്. കാരണം നേരത്തെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കുട്ടികൾക്ക് പേടിയില്ലാതെ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റായിരുന്നു ഈ കുറച്ച് വർഷങ്ങൾ, ഒരു 3-4-5-6 വർഷങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ അതും മാറി. അപ്പോൾ ഈ വർഷം ഇമ്പ്രൂവ്മെൻ്റ് കൂടി ഇല്ല എങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. ഇമ്പ്രൂവ്മെൻറ്റ് ഈ വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഒന്ന് പെർഫോം ചെയ്ത് +2വിനെ ഒരു കുഴപ്പമില്ലാതെ പോകാം. ഇല്ലെങ്കിൽ +2 നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് +1 ഇമ്പ്രൂവ്മെൻറ്റ് അത് എപ്പോഴാണെന്ന് അറിയത്തില്ല. എപ്പോഴാണ് ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് ടൈം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് +2വിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് നമുക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയാൽ തന്നെ എന്തോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനാണ്. കാരണം ഒരു വർഷത്തെ ഗ്യാപ്പ് വിട്ടുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു ഇത്തിരി ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എല്ലാ കുട്ടികളും മാക്സിമം +2 നല്ലതുപോലെ തന്നെ പഠിക്കണം. ഏറ്റവും നല്ലതുപോലെ, കഴിഞ്ഞ വർഷങ്ങളിലെ പോലൊന്നും അല്ല, ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പഠിച്ചോണം. ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റൂടെ ഉള്ള രീതിയിൽ കൂടെ അടുത്ത വർഷമാണെങ്കിൽ പോലും ഇപ്പോഴേ ഒന്ന് അതിനൊരു തയ്യാറെടുക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3 സബ്ജക്റ്റ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഈ 3ൻ്റെയും +1 ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. വേണമെങ്കിൽ +2വിൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ നമുക്ക് അതോട് ചേരുമ്പോൾ ഇത്തിരി ഫീസിനുള്ള ഇളവ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കണം. ഓരോ കുട്ടിയും എല്ലാവരും നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ നിമിഷവും പ്രവർത്തിച്ചോണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കുക. +2വിന് ഏറ്റവും നല്ല അതിമനോഹരമായിട്ടുള്ള റിസൾട്ടുമായിട്ട് ഇറങ്ങുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.